നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡോളർ ഇൻഡെക്സ് എന്നാണ്. സോ ഡോളർ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ കറന്റ്ലി വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രൈസ് കൂടെ ഒരു വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു വീക്ക്ലി ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? സോ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാസ്റ്റ് വീക്കിന് മുന്നത്തെ വീക്ക്, അതായത് നോൺ ഫാം പേറോളിന്റെ വീക്കിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫെയർ വാല്യൂ ഗ്യാപ്പിന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? അത് ഇൻവേർട്ടഡ് ഫെയർ വാല്യൂ ഗ്യാപ്പായി. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ ഡൗൺ സൈഡിനോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രൈസ് ഡൗൺ സൈഡിനോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഡൗൺ സൈഡിനോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രൈസ് ഇപ്പോൾ അപ് സൈഡിനോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ് സൈഡിന് ആ ഒരു ഇമ്പൾസ് വന്നപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു? അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ നോർമലി ഇതിൻ്റെ അകത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അപ് സൈഡ് മൂവ് ആണ് എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നമുക്കൊരു പുഷ് വന്നു. ആ ഒരു സമയത്ത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് വീക്കിന് മുന്നത്തെ വീക്ക് പ്രൈസ് എന്ത് ചെയ്തു? അതിന് ബ്രേക്ക് ചെയ്തു. സോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇൻവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നോർമലി അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ അകത്ത് പിന്നെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റിവേഴ്സലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സെയിം സംഭവമാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഡോളർ ഇൻഡെക്സ് ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഇവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിന് ബ്രേക്ക് ചെയ്തു, നേരെ മുകളിലോട്ട് പോയി. ഓക്കെ, ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്തതാണ്. സോ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? നേരെ മുകളിലോട്ട് പോയി, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു. ഇപ്പോൾ അവിടുന്ന് പ്രൈസ് എന്താണ്? ഡൗൺ സൈഡ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,